ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിലുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഒരു കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ രണ്ട് തരത്തിൽ ഇഷ്യൂ ചെയ്യാം. ഒന്ന്, ക്യാഷിന് ഇഷ്യൂ ചെയ്യാം. രണ്ടാമതായിട്ട് ക്യാഷ് അല്ലാതെയും കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. ക്യാഷ് അല്ലാതെ കമ്പനി എങ്ങനെയാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്? അതായത് കമ്പനി ചില അസറ്റുകൾക്ക് പകരമായി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അസറ്റുകൾ അക്വയർ ചെയ്യുന്നു, അതിന് പകരമായി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു രീതിക്കാണ് ഇഷ്യൂ ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ആദ്യമായി അസറ്റ് എന്താണോ അത് ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അക്വയർ ചെയ്യണം, അതിന് പകരമായി ഷെയറുകൾ ഇഷ്യൂ ചെയ്യണം. ഇനി ക്യാഷിനാണ് ഒരു കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ആദ്യം അതിനുള്ള പ്രോസ്പെക്ടസ് ഇറക്കണം, ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യണം, അലോട്ട്മെന്റ് മണി കളക്ട് ചെയ്യണം, ഫസ്റ്റ് സെക്കൻഡ് ഫൈനൽ കോളുകൾ വിളിക്കണം. ഈ രീതിയിലാണ് ക്യാഷിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി അതിന്റെ കൺസിഡറേഷൻ കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയി ആ ഷെയറിന്റെ വാല്യൂ കളക്ട് ചെയ്യുന്നതിനെയാണ് കോൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് കോളുകൾ തമ്മിൽ മിനിമം ഒരു മാസത്തെ ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു കമ്പനിക്ക് മൂന്ന് രീതിയിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. അതായത് കമ്പനിയുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ ആ തുകയ്ക്ക് തന്നെയാണ് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നു. ഒരു കമ്പനിയുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നു. അതായത് ഷെയറിന് വലിയ ഡിമാൻഡുള്ള അവസരങ്ങളിൽ, ആവശ്യക്കാർ കൂടുതലുള്ള അവസരങ്ങളിൽ അവിടെ കമ്പനി ഷെയറിന്റെ വില ഉയർത്തുന്നു. അപ്പൊ ഇങ്ങനെ ഫേസ് വാല്യൂ എത്രയാണ് അതിനേക്കാൾ കൂടിയ തുകയാണ് പ്രീമിയത്തിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത്. പ്രീമിയം എത്രയാണ് എന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്. സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ഈ ഒരു പ്രീമിയം തുക എത്രയാണെന്ന് നിശ്ചയിക്കേണ്ടത്. ഇങ്ങനെ പ്രീമിയത്തിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഈ ഷെയർ പ്രീമിയം എന്നത് നമുക്കറിയാം ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതാണ്. കമ്പനി ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ക്യാപിറ്റൽ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഷെയറുകൾ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എന്നത് എല്ലായ്പ്പോഴും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കടക്കുക. ഇങ്ങനെ ഷെയർ പ്രീമിയം എന്നത് ക്യാപിറ്റൽ ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കൂടാതെ ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. ക്യാപിറ്റൽ റിസർവ് എന്താണ്, റിസർവ് ക്യാപിറ്റൽ എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ട ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കടക്കുക. അക്കൗണ്ടൻസി എന്നതൊരു കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് 1, 2, 3 പഠിച്ച ശേഷം മാത്രമേ 4, 5, 6 തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പനിക്ക് ഷെയറിന്റെ ഡിമാൻഡ് കൂടുതലുള്ള അവസരങ്ങളിൽ ഷെയറിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ തുക ചാർജ് ചെയ്യാൻ സാധിക്കുന്നു ഷെയർ പ്രീമിയത്തിലൂടെ. ഷെയർ പ്രീമിയം എന്നത് കമ്പനി താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒന്ന്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ, പ്രിലിമിനറി എക്സ്പെൻസുകളെ റൈറ്റ് ഓഫ് ചെയ്യാൻ. ഇനി ഡിസ്കൗണ്ടിനാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അതായത് പ്രീമിയത്തിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കൗണ്ടിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ കമ്പനിക്ക് ഒരു നഷ്ടം സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസുകളെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ പ്രീമിയം തുക ഉപയോഗിക്കാം. പ്രിഫറൻസ് ഷെയറുകളെ റിഡംഷൻ നടത്തുമ്പോൾ അവയുടെ പ്രീമിയം പേ ചെയ്യാനായും ഈ ഷെയർ പ്രീമിയം തുക ഉപയോഗിക്കാം. ഷെയർ പ്രീമിയം എന്നത് സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. കോർട്ടിന്റെ സാങ്ഷനോട് കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്ത് പ്രീമിയത്തിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്പെക്കുലേറ്റേഴ്സിനെ സ്റ്റാഗ് എന്നാണ് പറയുന്നത്. ഇനി ഷെയറുകൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രീമിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കൗണ്ട്. അതായത് കമ്പനിയുടെ ഷെയറിന്റെ ഡിമാൻഡ് കുറവുള്ള അവസരങ്ങളിൽ കമ്പനി കുറഞ്ഞ വിലയ്ക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. അതായത്
സാധനങ്ങൾ വിറ്റ് പോകാത്തപ്പോൾ ഡിസ്കൗണ്ടിന് സെയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഷെയറുകളും ഡിസ്കൗണ്ടിന് സെയിൽ ചെയ്യുന്നു. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് ചെറിയൊരു ലോസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലോസ് ആണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബോണസ് ഷെയർ. ഒരു ബിസിനസ് എപ്പോഴാണ് ബോണസ് കൊടുക്കുന്നത്, അതായത് ആ ബിസിനസ് ലാഭത്തിൽ പോകുമ്പോഴാണ് അതിന് ബോണസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ലാഭത്തിൽ നിന്നെടുത്താണ് ബോണസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കമ്പനി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസിന്റെ അടിസ്ഥാനത്തിൽ ഫ്രീ ആയി ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പോയിന്റ് കറണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ് ബേസ്ഡ് അപ്പോൺ ദെയർ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർസ്. ഇങ്ങനെ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് കമ്പനി പ്രോഫിറ്റിലാകുമ്പോൾ കമ്പനിയിലെ പ്രോഫിറ്റ് ക്യാപിറ്റലായി വീണ്ടും തിരികെ ഷെയർ രൂപത്തിൽ കമ്പനിയിലേക്ക് തന്നെ എത്തുന്നു. അതായത് പ്രോഫിറ്റ് എന്നത് ബോണസായി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയർ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ തിരികെ ആ കമ്പനിയുടെ പ്രോഫിറ്റ് വീണ്ടും തിരികെ കമ്പനിയിലേക്ക് തന്നെ എത്തുന്നു. അതുകൊണ്ട് ബോണസ് ഷെയർസിന് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. അതായത് പ്രോഫിറ്റിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ബോണസ് ഷെയർസിലൂടെ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർസ്. അപ്പോൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ സഫീഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം, കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് ഇത് അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ കമ്പനിക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോണസ് ഷെയറുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയറുകൾ അതായത് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയറുകളാണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അതായത് അവരുടെ കൈവശമുള്ള ഷെയർസിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. രണ്ടാമത്തേത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്. അതായത് ഒരു ഭാഗമാണ് ബോണസ് ഷെയറുകളായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഒരു ഷെയറുകളുടെ ഒരു നിശ്ചിത ഭാഗം അടച്ചിട്ടുണ്ടാകാം, ബാക്കി ഭാഗം അടയ്ക്കേണ്ട, അത് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തു കൊള്ളാമെന്ന് കമ്പനി പറയുന്നു. അങ്ങനെ ഒരു ഷെയറിന്റെ ഒരു നിശ്ചിത ഭാഗം ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്. അടുത്തത് എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഷെയറുകളെ ക്യാൻസൽ ചെയ്യുക. അതായത് കമ്പനി സാധാരണ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അത് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി, ഇങ്ങനെയാണ് കമ്പനി ഷെയർ മണി കളക്ട് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും തുക അടയ്ക്കുന്നതിന് ഷെയർ ഹോൾഡർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് കോൾസ് ഇൻ അരിയേഴ്സ് ആയി കമ്പനി കണക്കാക്കുന്നത് നമ്മൾ പഠിച്ചു. എന്നിട്ടും പേ ചെയ്തില്ലെങ്കിൽ, പേയ്മെന്റ് നടത്തിയില്ല എങ്കിൽ അതിനെ ആ ഷെയറുകളെ കമ്പനി ക്യാൻസൽ ചെയ്യുന്നു. അതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അലോട്ട്മെന്റ് മണി ആകാം അല്ലെങ്കിൽ കോൾ മണി ആകാം, എന്താണെങ്കിലും നോൺ പേയ്മെന്റ് ആണെങ്കിൽ കമ്പനി അവയെ ഫോർഫീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സ് ഒരു തുക അടച്ചിട്ടുണ്ടാകും, ബാക്കി തുക അടക്കാതെ വരുമ്പോഴാണ് ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുന്നത്. ആ അടച്ച തുക കമ്പനികൾ മടക്കി നൽകുന്നില്ല. അപ്പൊ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ്. അതായത് ആ ഷെയറുകൾ അവരത്രയും തുക അടച്ചില്ല, അത് മടക്കി കൊടുക്കുന്നില്ല. അപ്പൊ അവരടച്ച തുക എന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് ഈ ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത് പബ്ലിക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്. അവരൊന്ന് ആവശ്യപ്പെട്ട ക്യാപിറ്റലിന്റെ ഭാഗമാണ് ഈ ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്താണ് കാണിക്കുന്നത്. കിട്ടുന്ന തുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ്, മടക്കി നൽകുന്നില്ല. ഇത് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ കമ്പനി നോൺ പേയ്മെന്റ് മൂലം ഷെയറുകളെ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ കമ്പനി ഒരു നിശ്ചിത ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകാം. അത്രയും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്നത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. കമ്പനി ഇത്രയും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പബ്ലിക്കിൽ കാണിച്ചു.
കുറച്ച് പേര് വന്ന് അതിന്റെ ഒരു ഭാഗം അടച്ചു, പക്ഷെ ബാക്കി ഭാഗം അടച്ചില്ല. ആ ഷെയറുകളെ ഫോർഫിറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ബാക്കി ആ ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ കമ്പനി വീണ്ടും ഇഷ്യൂ ചെയ്യുന്നു. ഇതിനെയാണ് റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുക എന്നത് കമ്പനിയുടെ ഒരു ഒബ്ലിഗേഷൻ ആണ്. ഇവിടെ ഷെയറുകളെ ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ്, കോൾ മണി രീതിയിലല്ല ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഒരു സെയിലാണ് നടക്കുന്നത്. അതായത് ഒരു ഓപ്ഷൻ മുഖാന്തരമാണ് ഇത്തരം ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിനുള്ള റെസല്യൂഷൻ ബോർഡ് മീറ്റിംഗിൽ പാസ്സാക്കണം. ഇവിടെ സാധാരണ രീതിയിലല്ല, സെയിലാണ്, ഓപ്ഷൻ മുഖാന്തരമാണ് ഷെയറുകളെ റീഇഷ്യൂ നടത്തുന്നത്. ഷെയർ അലോട്ട്മെന്റ്, കോൾ മണി മുതലായ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അതോടൊപ്പം ഈ കമ്പനി ഈ ഷെയറുകൾ, നേരത്തെ ഇഷ്യൂ ചെയ്ത ഷെയറുകളെയാണല്ലോ വീണ്ടും റീഇഷ്യൂ നടത്തുന്നത്. അപ്പൊ നേരത്തെ ഒരു തുക അടച്ചിട്ടുണ്ടാകും, ആ തുക കമ്പനിക്ക് തിരിച്ച് നൽകേണ്ടതില്ല. ഇനി വീണ്ടും റീഇഷ്യൂ നടത്തുമ്പോൾ മുൻപ് ലഭിച്ച തുക എത്രയാണോ, അത് ഷെയറിന്റെ ഫേസ് വാല്യൂവിൽ നിന്ന് കുറച്ച് കിട്ടുന്ന തുക എത്രയാണോ അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ മുഖാന്തരം ഇത് വിശദീകരിക്കാം. എന്ന വ്യക്തി 100 ഷെയറുകൾക്കുള്ള ആപ്ലിക്കേഷൻ നൽകി. അതിന്റെ ആപ്ലിക്കേഷൻ മണിയായ 3 രൂപ അടച്ചു. ഫേസ് വാല്യൂ 10 രൂപയായിരുന്നു. അലോട്ട്മെന്റ് മണി അടക്കാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ആ കമ്പനി ഷെയറുകളെ ഫോർഫിറ്റ് ചെയ്തു. ഇവിടെ കമ്പനിക്ക് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന്റെ 3 രൂപ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ 7 രൂപയിൽ കുറഞ്ഞ തുകയ്ക്ക് കമ്പനി 7 രൂപയിൽ കുറഞ്ഞ തുകയ്ക്ക് കമ്പനി യാതൊരു കാരണവശാലും ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതായത് 3 രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇനി 7 രൂപ കൂടി കിട്ടിയാൽ മതി. മിനിമം 7 രൂപ എങ്കിലും കമ്പനിക്ക് കിട്ടിയിരിക്കണം. അതിൽ കുറഞ്ഞ തുകയ്ക്ക് ഷെയറുകളെ, ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യാൻ പാടില്ല, കൂടിയ തുകയ്ക്ക് ഇഷ്യൂ ചെയ്യാം. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് cannot be more than gain of forfeited shares. ആ എക്സാമ്പിൾ വെച്ച് ആലോചിക്കാൻ മാത്രമേ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലാഭം എന്നത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ഇത്തരത്തിലെ ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റണം. ഫോർഫിറ്റ് ചെയ്ത ഷെയറുകളെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറുകളെ ഫോർഫിറ്റ് ചെയ്തതിലുണ്ടായ ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഫോർഫിറ്റഡ് എമൗണ്ട് ലെസ് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 3 രൂപ അടച്ച് ഫോർഫിറ്റ് ചെയ്തു. അപ്പൊ അത് മിനിമം 7 രൂപയ്ക്കെങ്കിലും ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനി അത് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷേ ഫോർഫിറ്റ് ചെയ്ത ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് 7 രൂപയ്ക്കെങ്കിലും ഇഷ്യൂ ചെയ്താൽ മതി. പക്ഷെ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 രൂപ എന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർഫിറ്റഡ് എമൗണ്ട് 3 മൈനസ് ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ 2 രൂപ, ലാഭം എന്നത് 1 രൂപ. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.